കേസിന്റെ ബലത്തിൽ തലസ്ഥാനം കൈപ്പിടിയിലാക്കുക, പിന്നീട് കാപ്പ കേസ് പ്രതിയായ കൗൺസിലറെ വെടിവെച്ച് പോലീസ് പിടിച്ചതോടെ അയാൾക്ക് ഊടുവഴി അവധി നൽകി ഭരണം നിലനിർത്തുക, ബി.ജെ.പിയെ കൊണ്ടല്ലാതെ ഇത്തരം തരം താഴ്ന്ന കളി കളിക്കാൻ പറ്റില്ല. പറഞ്ഞു വരുന്നത് സുഗതന്റെ കേസ് തന്നെ. മന്ത്രി പോലും അറിയാതെ സെക്രട്ടറിയെ കൊണ്ട് സുഗതന് അവധി കൊടുത്ത് ആശ്വസിച്ചിരിക്കുന്ന ബി.ജെ.പിക്കാർ ഒന്ന് കരുതിയിരിക്കുന്നതാകും നല്ലത്. കാരണം പന്തിനി രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. സുഗതന്റെ അവധിക്ക് അനുമതി നൽകാൻ നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം തദ്ദേശ വകുപ്പ് റദ്ദാക്കിയിരിക്കുന്നു. തദ്ദേശ വകുപ്പിന്റെ പുതിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന തീരുമാനമാണ് ഇനി നിർണായകം. സർക്കാർ ഉത്തരവുകൾ റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ കോർപ്പറേഷൻ പാസാക്കിയ അവധി അപേക്ഷയും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടണമെന്നാണ് UDF, LDF പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. കോർപ്പറേഷൻ ഭൂരിപക്ഷത്തോടെ പാസാക്കിയ തീരുമാനമായതിനാൽ ഇത്തരം ഉത്തരവുകൾ റദ്ദാക്കുന്നത് അവധി അപേക്ഷയെ ബാധിക്കില്ലെന്നാണ് ബി.ജെ.പിയുടെ വാദം. കരുതൽ തടങ്കിലുള്ള പ്രതികൾക്ക് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് പരോൾ നൽകാൻ വ്യവസ്ഥയില്ലെന്നും സുഗതന്റെ അപേക്ഷ നിരസിക്കണമെന്നുമാണ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയ പുതിയ കുറിപ്പിൽ പറയുന്നത്. സുഗതന് അനുകൂലമായി ജൂലൈ 18 നൽകിയ കുറിപ്പ് റദ്ദാക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കരുതൽ തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പരോൾ അനുവദിക്കാൻ വ്യവസ്ഥയില്ല. അതിനാൽ കോർപ്പറേഷൻ കൗൺസിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ ആവശ്യപ്പെട്ട സുഗതന്റെ അപേക്ഷ നിരസിക്കണം. ഇത് മാത്രമാണ് പുതുതായി നിയമിക്കപ്പെട്ട അണ്ടർ സെക്രട്ടറി ലിസി സൂസൻ ജോൺ പുറത്തിറക്കിയ കുറിപ്പിലുള്ളത്. അവധി അപേക്ഷ നൽകി കൗൺസിൽ അംഗത്വം സംരക്ഷിക്കാമെന്ന കഴിഞ്ഞ കുറിപ്പിലെ ഭാഗം പൂർണ്ണമായി ഒഴിവാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള കുറിപ്പ് ആഭ്യന്തര വകുപ്പിന് കൈമാറി. സുഗതന് അനുകൂലമായി ചിത്ര പി. അരുണിമ ജൂലൈ 18 നൽകിയ കുറിപ്പ് റദ്ദാക്കുന്നതായും പുതിയ കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ആഭ്യന്തര വകുപ്പാണ് ഇതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത്. തദ്ദേശ വകുപ്പിന്റെ ആദ്യ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ സുഗതന് അനുകൂല മറുപടി നൽകിയ ആഭ്യന്തര വകുപ്പ് ആ കത്ത് റദ്ദാക്കി പുതിയ കത്ത് അയക്കുമെന്നാണ് സൂചന. ഇതോടെ സുഗതന്റെ അവധി അപേക്ഷ പാസാക്കാൻ ബി.ജെ.പി അടിസ്ഥാനമാക്കിയ സർക്കാർ രേഖകൾ റദ്ദാകും. ഒരു കുപ്രസിദ്ധ കുറ്റവാളിക്ക് സംരക്ഷണം നൽകാൻ സർക്കാരിനെയും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാമെന്ന ബി.ജെ.പിയുടെ വ്യാമോഹം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കർശന നിലപാടോടെ തകർന്ന് തരിപ്പണമാവുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ പുതിയ ഉത്തരവ് കൂടി വരുന്നതോടെ സുഗതന്റെ കൗൺസിലർ പദവി തെറിക്കും. അതോടെ കുറുക്കുവഴികളിലൂടെയും അഴിമതി രാഷ്ട്രീയത്തിലൂടെയും ബി.ജെ.പി കെട്ടിപ്പൊക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണവും തകർന്നടിയും. ആകാശത്തേക്ക് വെടിയുതിർത്ത് പിടികൂടിയ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ നോക്കിയതിന് കൊടുക്കേണ്ടി വരുന്ന വലിയൊരു രാഷ്ട്രീയ വിലയായി ഇത് മാറും. കവചം തീർത്തും ജയിലിൽ സത്യപ്രതിജ്ഞ ഒരുക്കിയും ബി.ജെ.പി സുഗതനായി ഒരുക്കിയ വഴികൾ ഓരോന്നും അടഞ്ഞു തുടങ്ങുകയാണ്. ചെന്നിത്തലയുടെ ഒരു മാസ് മൂവിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.